ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് വ്ളോഗ്. സോ ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ 2019 ബാച്ചിൻ്റെ കോൺവൊക്കേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പം നമുക്കിപ്പം സ്റ്റഡി ലീവാണ്. സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാംസിനുള്ള സ്റ്റഡി ലീവാണ്. ഫസ്റ്റ് ഇയേഴ്സിനും സ്റ്റഡി ലീവാണ്. നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും നമുക്ക് ഏകദേശം ഒരേ ടൈം തന്നെയാണ് ഇപ്പോൾ എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റഡി ലീവിന് നമുക്ക് കോൺവൊക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഞാൻ കണ്ണൂരെത്തിയതാണ്. ഒന്ന് തുടക്കമായി എന്നെ തന്നെ കാണിക്കൂ. രംഗപൂജ മേക്കപ്പാണ്. എന്റെ അപർണന്റെ മേക്കപ്പാണ് ഇത്. ഇതാണ് ആർട്ടിസ്റ്റ് അശ്വതിൽ. പിന്നെ നമുക്ക് നമ്മുടെ കോൺവൊക്കേഷൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം രംഗപൂജയാണ്. അപ്പോൾ രംഗപൂജയ്ക്ക് നമ്മുടെ ബാച്ചിൽ നിന്ന് 3 കുട്ടികളും പിന്നെ നമ്മുടെ തൊട്ട് ജൂനിയർ ബാച്ചിൽ നിന്നുള്ള 3 കുട്ടികളും കൂടെ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പും ഒക്കെ നമ്മൾ തന്നെയാണ്. മേക്കപ്പ് നമ്മൾ കോസ്റ്റ്യൂം നമ്മൾ വാടകയ്ക്ക് എടുത്തു. മേക്കപ്പ് ആണെങ്കിൽ നമ്മൾ തന്നെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ചെയ്ത സംഭവമാണ്. പക്ഷേ എല്ലാവരും കൂടെ നിൽക്കുമ്പം സ്റ്റേജിലൊക്കെ നിന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ മേക്കപ്പും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 5:30 ചില 6 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് നമ്മൾ പോകുന്ന നമ്മൾ സ്റ്റേജിലോട്ടുള്ള എൻട്രിയാണിത്. As they flow down, and their songs entwine with the trees that stand knotted in. Put your hands together. Photo. നമ്മൾ രംഗപൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവർ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം തിരിച്ച് പോവാണ്. കോൺവൊക്കേഷന് പോകാൻ പോവാണ്. ഇവിടെ സീനിയേഴ്സിന് വക നമുക്ക് എന്തുണ്ട് കോൺവൊക്കേഷൻ. നമുക്ക് ഫുഡുണ്ട്. നമ്മുടെ കോളേജിൽ ഇന്ന് വെച്ചാൽ രാവിലെ ആയിരിക്കും ഇവരുടെ ഗ്രാജുവേഷൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവുക. ലൈക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും അതൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ പരിപാടികളാണ്. ഓരോരോ ഇതേപോലെ രംഗപൂജ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്കിവിടെ ഫുഡ് ഉണ്ടായിരിക്കും. പിന്നെ ഒരുപാട് സ്പൂഫ് സ്കിറ്റ് ഡാൻസസും ഓരോരോ ബാച്ചിൻ്റെ പ്രോഗ്രാംസും അങ്ങനെയൊക്കെ കുറേ ആയിട്ട്. ആൻഡ് നമ്മുടെ കോളേജ് ഫുൾ ഡെക്കറേറ്റഡ് ആയിരിക്കും. നമ്മുടെ കോളേജിലെ ഏറ്റവും കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നൊരു സമയമാണിത്. ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കോളേജിന് ഇത്രയും ബ്യൂട്ടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയും ചെയ്യുമ്പോഴാണ്. ഈ കോൺവൊക്കേഷനായിട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, എല്ലാവരും അവരുടെ പാരൻസിൻ്റെ കൂടെ ഗ്രാജുവേഷൻ്റെ ഭയങ്കര മെമ്മറായിട്ട് ആഘോഷിക്കുകയും ചെയ്യും. പക്ഷെ അതുപോലെ കൂടെ ഇത്രയും 5.5 കൊല്ലം ഉണ്ടായ ഫ്രണ്ട്സിനെ വിട്ടുപിരിയുകയും ചെയ്യും. നമ്മുടെ കോളേജ് ഇതാണ് കോളേജ്. ഇപ്പം കോളേജിൻ്റെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ തിരിച്ച് സ്റ്റഡി ലീവിന് പോകും. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലിംസിന് വേണ്ടിയിട്ട് ദിസ് ഈസ് അവർ കോളേജ്. ഇതിപ്പം ഈ ഒരു ഗ്രാജുവേഷൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസ് ആണിത്. The earth's gentle sigh, a lullaby.
ഫോണിൽ എക്സസ് ആവുമ്പോൾ. Sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on. ഗൈസ്, നമ്മളുടെയും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെയും കോൺവെക്കേഷൻ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ നമുക്കെപ്പോഴും ഇപ്പം ഞങ്ങളെപ്പോഴും ഇവിടെ കോൺവെക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ അതാണ് ആലോചിക്കുക അല്ലേ, നമ്മുടെ കോൺവെക്കേഷൻ. സോ സാഡ്. അതായത് ഇപ്പൊ ഞങ്ങൾ സെക്കൻഡ് ഇയർ ലാസ്റ്റായി. ഫസ്റ്റ് ഇയർ കുറെ കൂടി ഓർമ്മ ഉണ്ടായിരുന്നു ഇരുന്ന് പഠിക്കുന്നതൊക്കെ. സെക്കൻഡ് ഇയർ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വല്ലാതെ അങ്ങ് പോയ പോലെ. അതാണ്. അപ്പം ഇനിയിപ്പം ഇതേപോലെ തന്നെ തേർഡ് ഇയർ ഇത്രയും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫോർത്ത് ഇയർ